ആർത്തി ഇങ്ങനെ ഇപ്പം പറയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇന്നെത്തിപ്പെട്ട ഒരു പ്രശ്നം, നമുക്ക് ഈ കാണുന്നതൊക്കെ വേണം. വലിയ ബിസിനസ്സുകാരായ ആളുകളുടെ വീടുകളുണ്ടാവും, വലിയ ഉയർന്നു നിൽക്കുന്ന വീട്, സമ്പന്നരായ ആളുകളുടെ സൗകര്യം. അവർ അത് ഹലാലായ സമ്പത്തിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ അത് ആക്ഷേപാർഹമൊന്നുമല്ല. ഹറാമായ സമ്പത്തിലൂടെ ആണെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും ചെയ്യും. അതേസമയം സമ്പന്നരുടെ വീട് കാണുമ്പോൾ എല്ലാവരും എനിക്കും വേണം അതുപോലെ ഒരു വീട് എന്ന് കണ്ണുവെക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല. ഖുർആൻ നമ്മളോടൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, ലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. ചിലർക്ക് അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടുണ്ടാവും, അത് ചിലർക്ക് നല്ല കൊടുത്തിയായിരിക്കും, ചിലപ്പോൾ അടങ്ങര പിടിച്ചു കൊടുക്കുക, അതെന്തോ ആവട്ടെ. ചിലർക്ക് നമ്മൾ ദുനിയാവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് കണ്ണു വെക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാണുന്നതെല്ലാം ആഗ്രഹിക്കണ്ട. നമ്മൾ നമ്മുടെ വരവിനനുസരിച്ച് ഹലാലായ രൂപത്തിലൂടെ നമുക്കുണ്ടാകുന്ന സമ്പത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങളെ ആഗ്രഹിക്കാവും. അതിലപ്പുറം കാണുന്നതൊക്കെ എനിക്കും അതുപോലൊരു വണ്ടി, ഒരു നല്ല വണ്ടി കണ്ടാൽ ആ വണ്ടി വേണം, പിന്നെ അതിന് ലോൺ എടുക്കാനുള്ള നടത്താം, അങ്ങനെയുള്ളപ്പോൾ അധികം ആളുകൾ നല്ലൊരു സമാധാനം. ഞാൻ സമയം നിയന്ത്രിക്കുകയാണ്. നല്ലൊരു ശതമാനം ആളുകൾ കടക്കാരാണ്. കടത്ത് ബാക്കി വെച്ച് മരിച്ചാലും മരണപ്പെട്ടവരുടെ കടങ്ങളെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ ചെറിയ സമയം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. കടത്തിൻ്റെ ഗൗരവം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 രൂപ കടം വെച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാതെ മാറിയുന്നത്. 2 രൂപ എന്ന് പറഞ്ഞാൽ 2 ദിർഹം. 2 ദിർഹം കടമുള്ള ആൾ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടത്തിൻ്റെ ഗൗരവം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ. എന്നിട്ടുണ്ടോ നമുക്ക് ബോധ്യം? കടം ഉണ്ടാകുക എന്നുള്ളത് ഇന്നൊരു സന്തോഷമാണ് എല്ലാവർക്കും. എന്നുള്ളിടത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അനിവാര്യ ഘട്ടങ്ങളിൽ വേറെ മാർഗമില്ലാത്തപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ കടം വാങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാണുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി, ആഡംബരങ്ങൾക്കും സൗകര്യവർദ്ധനവിന് വേണ്ടി നല്ലൊരു വണ്ടി ഒരാളെ കയ്യിൽ കണ്ടാൽ നമുക്കും വേണം അതുപോലൊരു വണ്ടി. ഇനി ഹലാലാ ഹറാമാന്ന് നോട്ടല്ല, നമുക്കത് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി കടം വാങ്ങുകയാണ്. സാധാ കടമാണെങ്കിൽ പോലും അപകടമാണ്. അതിലപ്പുറം പലിശയുമായി ബന്ധപ്പെട്ട കടങ്ങൾ. എന്താ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ദുനിയാവിലെ സൗകര്യത്തിന് കുറഞ്ഞു പോയാൽ പോലും അതിലുള്ള ഒരു സംതൃപ്തിയാണ്, ഹലാല് കൊണ്ടുള്ള സംതൃപ്തിയാണ് നമ്മുടെ മർമ്മം എന്ന് മനസ്സിലാക്കി ഹറാമായ രൂപത്തിലേക്ക് നീങ്ങാതെ കാണുന്നതൊക്കെ ആഗ്രഹിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വേണം എന്നിങ്ങനെ കണ്ണുവെച്ച് നടക്കുന്ന ആ രീതി നല്ലതല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ.